ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2 പായസ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 2 പായസവും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാലൊന്നും പിഴിയാതെ ഉണ്ടാക്കിയെടുക്കുന്ന പായസമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 2 ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും 2 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പായസത്തിന് മധുരത്തിന് 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് സേമിയയും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ചൗവരി ഞാൻ ഇതുപോലെ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പായസത്തിന് വറവിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പായസത്തിലേക്ക് നമുക്കൊരു 3 ബദാം ആവശ്യമുണ്ട്. പിന്നെ ഗാർണിഷിന് വേണ്ടി പിസ്തയും 1 ലിറ്റർ പാലുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് കഷ്ണങ്ങളാക്കിയ ക്യാരറ്റിനെ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വേവിക്കുന്ന കൂട്ടത്തിലേക്ക് ഞാനൊരു 3 അണ്ടിപ്പരിപ്പും 3 ബദാമും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇതിലൊഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ചൗവരിയെയും നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൗവരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല ക്രിസ്റ്റൽ പരുവാകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പം നല്ല തിള വന്നിട്ടുണ്ട്. ഇത് ക്രിസ്റ്റൽ പരുവായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഉരുളി എടുത്ത് അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് സേമിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ സേമിയ ഓൾറെഡി വറുത്ത സേമിയ ആയതുകൊണ്ട് ഞാൻ അധിക നേരം ഇട്ട് നെയ്യിൽ വഴറ്റിയെടുക്കുന്നില്ല. നിങ്ങൾ വറുക്കാത്ത സേമിയാണെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. ഇനി അതേ നെയ്യിൽ തന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ ക്യാരറ്റ് ഇതിൽ കിടന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ക്യാരറ്റ് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. നല്ല തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാലും കൂടിയും ചേർത്തിട്ടാണ് ക്യാരറ്റിനെ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലൊന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാലിൽ കിടന്ന് ക്യാരറ്റ് വേവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും നല്ലതുപോലെ തിളച്ച് വന്നു. ഇനി ഇതിലേക്ക് ക്യാരറ്റിൻ്റെ പേസ്റ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി പാലൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ സേമിയ ഇതുപോലെ ഭയങ്കര തിന്നായിട്ടുള്ള സേമിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന സേമിയ കുറച്ച് തിക്കുള്ള സേമിയാണെങ്കിൽ നിങ്ങൾക്ക് ചൗവരി ചേർക്കണ സമയത്ത് സേമിയ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി പായസത്തിന് മധുരം ബാലൻസിന് വേണ്ടി ഞാൻ 1 പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കൂടാൻ പാടില്ല. പായസം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പായസം ഏകദേശം ശരിയായിട്ടുണ്ട്. ഒരുപാട് ടൈം ഇട്ടിട്ട് കുറുക്കിയെടുക്കാൻ പാടില്ല. മധുരം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉള്ളത് കൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താലും മതി. ഇനി ഒരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഇറക്കി വയ്ക്കാം. ഈ ഒരു പാകത്തിലെടുക്കുക, ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം കട്ടിയായി പോകും. ഇനി പായസത്തിന് വറവിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് റോസ്റ്റായതിന് ശേഷം ഇത് നെയ്യോട് കൂടി തന്നെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ഗാർണിഷിന് വേണ്ടി മാത്രം ഞാൻ പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത കയ്യിലില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് പായസം റെഡി ആയിട്ടുണ്ട്. ഈ പായസം തയ്യാറാക്കുമ്പോൾ ഒരുപാട് ടൈം നിങ്ങൾ കുറുക്കിയെടുക്കരുത്. ഇതിൽ ചേർത്ത ചൗവരിയുടെയും സേമിയയും കാരണം തണുക്കുമ്പോൾ ഇത് കട്ടിയായി പോകും. അങ്ങനെ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുള്ള പാല് ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ യമ്മി അടിപൊളി പായസം റെഡിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് പായസമാണ്. ടേസ്റ്റ് ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഓണത്തിന് പരീക്ഷിക്കാവുന്നതാണ്. പരിപ്പ് പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി പായസപ്പരിപ്പ് 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 500 ഗ്രാം ശർക്കര ചീകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വറവിന് വേണ്ടി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പരിപ്പിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കിയെടുത്ത പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പരിപ്പിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പരിപ്പ് കളർ മാറുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് പരിപ്പ് വറുക്കേണ്ടത്. ഇതുപോലെ ഈ ഒരു ടൈമിൽ നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് കപ്പിലാണോ നിങ്ങൾ പരിപ്പ് എടുക്കുന്നത് ആ കപ്പിൽ ഇരട്ടി വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് പരിപ്പിനെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. ഞാനിവിടെ 500 ഗ്രാം ശർക്കരയാണ് ചീകിയെടുത്തിട്ടുള്ളത്. അളവ് കപ്പ് പറയുകയാണെങ്കിൽ 2 കപ്പ് ശർക്കര. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പാനി തയ്യാറാക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പാനിയിൽ ഇപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട്. ശർക്കര പാനി ഒരുപാട് ടൈം ഇട്ടിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകം മതി. നമുക്കിത് മാറ്റിവെക്കാം. ഈ പായസം ശർക്കരയിൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ പാല് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. അതിനുവേണ്ടി പാൽ ആദ്യം നമുക്ക് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ 4 കപ്പ് പാലാണ് ഞാനിതുപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ പാലവിടെ സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ച് കുറുകിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പായസപ്പരിപ്പ് കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇനി പായസം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന പായസപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നെയ്യിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനി ഞാനിവിടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പാനി ഒഴിച്ചതിന് ശേഷം പരിപ്പും ശർക്കര പാനിയും നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങാപ്പാലിൻ്റെ പായസം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ശർക്കര പാനിയിലിട്ട് വരട്ടിയെടുക്കാറുണ്ട്. അത്രയ്ക്കും നമുക്ക് കുറുക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് പാനി ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവ മാത്രം മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പാല് ചേർത്ത് കഴിഞ്ഞാൽ ഈ പായസം ഒരുപാട് ടൈം ഇട്ട് നമ്മൾ തിളപ്പിക്കില്ല. കാരണം ശർക്കര പാനിയിലാണ് പശുമ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് പായസം ഒന്ന് ചെറു തിള വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ചുക്കിൻ്റെ പൊടിയുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ക്രമീകരിക്കാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ചെറുങ്ങനെ നമുക്ക് തിള വരുമ്പോൾ നമുക്ക് ഈ പായസം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി പായസത്തിന് വേണ്ടി വറുത്തിടാനാണ് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് തേങ്ങ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൊത്തിട്ട് കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഇട്ടിട്ട് അതിൻ്റെയും കളർ മാറി വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന കാഷ്യൂനട്ടിൻ്റെയും ഉണക്കമുന്തിരിയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ അളവ്
നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പായസം ചെറിയതായിട്ട് ലൂസാണ്, പക്ഷേ ഇത് പരിപ്പ് പായസം ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും കട്ടിയായി പിടിക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം പായസം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്യണം. പുതുപുത്തൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.